നമസ്കാരം. നെയ്യാറ്റിൻകര ഗോപൻ ഈ പേര് നിങ്ങൾ മറന്നു കാണില്ലല്ലോ. മറക്കാനുള്ള സമയമായിട്ടില്ല. കാരണം കേരളക്കരയെ അത്രയ്ക്ക് പിടിച്ചു കുലുക്കിയ, അത്രയ്ക്ക് കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള ഒരു കേസ് ആയിരുന്നല്ലോ. ഗോപൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ദിവസം സമാധിയായി എന്ന് വീട്ടുകാർ പറയുന്നു. അയാൾ വയ്യാതെ കിടക്കുമായിരുന്നു. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് നാട്ടുകാർ പറയുന്നു. അങ്ങനെ സംശയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നു. പക്ഷേ എന്താണ് ആ ഒരു മരണകാരണം എന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെ നമുക്ക് വ്യക്തമായില്ല. അങ്ങനെ വീട്ടുകാർക്ക് ബോഡി തിരിച്ചു കൊടുക്കുന്നു. വീട്ടുകാർ വലിയ രീതിയിലുള്ള ഘോഷയാത്രയൊക്കെ നടത്തി ഒരു മഹാസമാധി തന്നെ നടത്തുന്നു. ഇതുവരെ ശക്തി ചോർന്നു പോയിട്ടില്ല, ഇപ്പൊ കൂടുതൽ ശക്തിയായി എന്ന് വീട്ടുകാർ പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥര് അവസാനം ജനങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഇന്റേണൽ ഓർഗൻസിന്റെ പരിശോധനാ ഫലം വരട്ടെ, അതിനുശേഷം ഒരു നിഗമനത്തിൽ എത്തിച്ചേരാമെന്നാണ്. പക്ഷേ ഇത്രയും ദിവസങ്ങളായി ഈ സംഭവമൊക്കെ നടന്നിട്ട് ഒരു 10-12 ദിവസങ്ങളായിട്ടും ഇതുവരെയും എന്തുകൊണ്ടാണ് ആ ഒരു റിസൾട്ട് വരാത്തത്? ഇത്രയും കാലതാമസം എടുക്കുമോ? കാലതാമസം എടുക്കില്ല, ഇതിന് മുമ്പ് തന്നെ വരേണ്ടതാണ്. പക്ഷെ ആ റിസൾട്ട് വന്നോ? ആ റിസൾട്ടിനകത്ത് എന്താണ് പറയുന്നത്? എന്താണ് മരണകാരണം? ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല, അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നില്ല. ഇങ്ങനെ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ളൊരു കേസ് ആയതുകൊണ്ട് തന്നെ എന്താണ് കാര്യം, ഇതിന്റെ കൺക്ലൂഷൻ എന്താണ് എന്നുള്ളത് ജനങ്ങളോട് വ്യക്തമാക്കണം, പൊതുസമൂഹത്തോട് വ്യക്തമാക്കണം. അത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും ഉണ്ട്. പക്ഷെ അവരൊക്കെ മൗനം പാലിക്കുകയാണ്. മാധ്യമങ്ങൾക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ആ ചാപ്റ്റർ അവർ ക്ലോസ് ചെയ്തു. ഇനി എന്തെങ്കിലും ഒരു കോളിലൊക്കെ സൃഷ്ടിക്കുന്ന കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ മാധ്യമങ്ങൾ അത് റീഓപ്പൺ ചെയ്യുള്ളൂ. പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടത്. അതിനകത്ത് എന്താണ് കാര്യം, വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് റിസൾട്ട്, ഇതൊക്കെ തന്നെ പറയണം. ഇങ്ങനൊരു സംഭവം നടന്നപ്പോഴേ നമ്മളെല്ലാവരും ഒരു നിഗമനത്തിൽ എത്തിയിരുന്നു. ഇങ്ങനെ വീട്ടുകാർ ആരെയും അറിയിക്കാതെ സമാധി ഇരുത്തിയതിന്റെ പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്. അവർക്ക് ബിസിനസ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ദൈവങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ്സാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ രാജ്യത്ത് ഇന്ത്യയിൽ ദൈവങ്ങൾ വലിയൊരു ബിസിനസ്സാണ്. അതിന് ഉദാഹരണമാണ് നമ്മുടെ മുക്കിനും മൂലയിലും ഒരുപാട് ആൾ ദൈവങ്ങളുണ്ട്. ഫേമസ് ആയിട്ടുള്ള ആൾ ദൈവങ്ങളുണ്ട്, ഫേമസ് അല്ലാത്ത ആൾ ദൈവങ്ങളുണ്ട്, മന്ത്രവാദികളുണ്ട്, ജ്യോത്സ്യന്മാരുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം ചില കാര്യങ്ങളിലൊക്കെ തന്നെ സത്യമുണ്ടായിരിക്കാം. പക്ഷേ സത്യമില്ലാത്ത അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തി ആൾക്കാരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ആ രീതിയിൽ ജീവിക്കുന്ന, അതിനെ ഒരു ബിസിനസ് ആക്കി കൊണ്ടു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ അല്ല ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, അല്ലാത്ത ഒരുപാട് കള്ള ജ്യോത്സ്യന്മാരും കള്ള മന്ത്രവാദികളും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, ബോധമുണ്ട് എന്ന് പറഞ്ഞിരുന്നാലും ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് തല വെച്ച് കൊടുക്കാനും ഒരുപാട് പൊട്ടന്മാരുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ടും എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ചെലവാക്കാൻ അവർ തയ്യാറാണ്. വിശക്കുന്നവന് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ കൈ നീട്ടുന്നവന് ഒരു ഇച്ചിരി പൈസ വല്ലതും കൊടുക്കാനോ ഒന്നും അവരുടെ കാശില്ല. പക്ഷേ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ അവരുടെ ഒരുപാട് കാശുണ്ട്. അങ്ങനെ അവരുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് ഈ അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ അവർ ചെലവാക്കും. ഇത് പലർക്കും അറിയാം. അപ്പൊ ഇതിനെ മുതലെടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്. അത്തരം ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സമാധി വിഷയവും പൊക്കിക്കൊണ്ട് വന്നതെന്നുള്ള സംശയം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ആ സംശയങ്ങളൊക്കെ തന്നെ സത്യമാണ്. ഇവരുടെ ലക്ഷ്യവും ഈ ഗോപൻ സ്വാമിയുടെ വീട്ടുകാരുടെ ലക്ഷ്യവും ബിസിനസ് തന്നെയാണ്. അവർക്ക് വലിയ രീതിയിലുള്ള വരുമാനം കിട്ടാനുള്ളൊരു ബിസിനസ്, അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് അവരിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ ഇതിനെ മതവുമായിട്ട് കണക്ട് ചെയ്തിട്ട് അന്ധവിശ്വാസം സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ ഏതായാലും ഞാൻ നിങ്ങളെ ഒരു വാർത്താ റിപ്പോർട്ട് കാണിച്ചു തരാം. സംസ്കരിച്ചത് മുതൽ കുടുംബത്തിന് ഗോപൻ സ്വാമിയല്ല, ദൈവമാണ്. ദൈവത്തെ കാണാനായി ധാരാളം പേരാണ് ദിവസവും കാവുവിളാകത്ത് എത്തുന്നതെന്നാണ് മകൻ രാജസേനൻ പറയുന്നത്. ഞങ്ങളൊന്ന് അന്വേഷിച്ചു. റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം അവിടെ എത്തിയപ്പോൾ സന്ദർശകരായി ഒരു കുഞ്ഞിനെയും കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു. അത് അങ്ങനെ ചെയ്യണം, നമ്മളത് ചെയ്യണം. അത് ആ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ ലോകം അറിഞ്ഞത്. അച്ഛൻ ഈ ഈശ്വരനെ അറിഞ്ഞത് കൊണ്ടാണ്, ഈ മഹാക്ഷേത്രത്തെ അറിഞ്ഞത് അതുകൊണ്ടാണ്, ഈ പ്രപഞ്ചം മൊത്തം അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സ്വാഭാവികമായി നമ്മളൊരു സാധാരണ ആൾക്കാർ മരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പഞ്ചായത്തിലൊക്കെ അറിയിച്ച് മരണം രജിസ്റ്റർ ചെയ്യും. അങ്ങനെ അറിയിക്കുമ്പോൾ അതൊരു നിയമപരമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതുമായിട്ട് നമുക്കിപ്പം ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഈശ്വരനുമായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഈശ്വരൻ നിശ്ചയം പോലെ എല്ലാം നടക്കും. രണ്ടാമത് സമാധിയത്തിന് ശേഷം ഈ മരണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ച് പറഞ്ഞ് ഇനി അന്വേഷണം പറയാം. സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പറയാം, അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും. തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആളുകൾ വരുന്നുണ്ടോ ഇവിടെ? ഒരുപാട് തീർത്ഥാടകർ വരുന്നുണ്ട്, ഒരുപാട് പേര് തൊടാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്, ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തുന്നുണ്ട്. ഇനി ഭാവിയിൽ കൂടുതൽ ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഭഗവാൻ എന്താണോ നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ടും അത് നടക്കുന്നതായിരിക്കും. ആ ഈശ്വരൻ നിശ്ചയിക്കുന്നതിനപ്പുറം ഈ ലോകത്തൊന്നുമില്ല. ജാതി മത വിഭാഗങ്ങൾ വരും. ഇല്ല, ജാതി മത വർഗ്ഗ ഭേദ വ്യന്യാസം തീർച്ചയായിട്ടും.
ഇപ്പോൾ വരാത്ത ഭക്തന്മാർ വന്നു എന്ന് പറയുന്നു. നാളെ പല ഭക്തന്മാർക്കും അവരുടെ ആഗ്രഹ സാഫല്യം നടന്നു എന്ന് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുത്തും. ഏതെങ്കിലും 1-2 ആൾക്കാർ പറഞ്ഞാൽ മതിയല്ലോ, എൻ്റെ രോഗം മാറി, എനിക്ക് ജോലി കിട്ടി, ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ തന്നെ നടന്നു, ഗോപൻ സ്വാമിക്ക് ഭയങ്കര ശക്തിയുണ്ട്, ആ സമാധിക്ക് നല്ല ശക്തിയുണ്ട് എന്ന് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പം വരാതിരിക്കുന്ന ആൾക്കാർ പോലും വരും. പ്രതിഷേധിച്ച നാട്ടുകാരുൾപ്പെടെ വരും. അതാണ് അന്ധവിശ്വാസത്തിൻ്റെ ഒരു പവർ. കാരണം എല്ലാ ആൾക്കാർക്കും എങ്ങനെയും എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കണം, നേടണം എന്നുള്ളൊരു ലക്ഷ്യമാണ്. എളുപ്പത്തിൽ ജോലി കിട്ടണമെങ്കിൽ നമ്മുടെ എഫോർട്ടാണ് അതിനകത്ത് ഒരു 50% നമ്മൾ എഫോർട്ട് എടുത്തിരിക്കണമെന്നാണ് പറയുന്നത്. 50-50 എന്ന് പറയും. താൻ പാതി ദൈവം പാതി. ഓക്കെ, അപ്പൊ 50% പോലും എഫോർട്ട് എടുക്കാൻ പറ്റാത്ത ആൾക്കാര് എളുപ്പത്തിൽ കാര്യം സാധിക്കണം, എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകും. അവരുടെ വിചാരം ഈ രീതിയിൽ കൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കി പൂജയും മന്ത്രവാദവും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യവും അങ്ങ് സോൾവ് ആകുമെന്നാണ്. ഇതിൻ്റെയൊക്കെ പുറകിൽ എന്തെങ്കിലും സയന്റിഫിക്കലി എങ്കിലും എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ എന്ന് ഇവർ ചിന്തിക്കത്തില്ല. അവർക്ക് ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ടായിരിക്കും, പഠിപ്പും വിവരവും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ഒരു കാര്യമേ അല്ല, അതൊന്നും ഒരു ബാധകമേ അല്ല. അവർ പോകും, ഇതിനകത്തൊക്കെ കൊണ്ട് തല വെച്ച് കൊടുക്കും. ഒരു 2-3 ആൾക്കാർ പറഞ്ഞാൽ മതി, എൻ്റെ രോഗം മാറി, എനിക്ക് ജോലി കിട്ടി, എനിക്ക് എല്ലാ കാര്യങ്ങളും നേടാൻ സാധിച്ചു. എല്ലാ ആൾക്കാരും വരും, നിരയായിട്ട് ക്യൂ നിൽക്കും ഗോപൻ സ്വാമിയെ കാണും. ഇത് ഇവർക്കറിയാം. ഇനിഷ്യൽ സ്റ്റേജിൽ ആരും വരില്ലായിരിക്കാം, പക്ഷേ ഒരു 2-3 വർഷമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, പിന്നെ അവിടെ വലിയൊരു ആരാധനാലയം അങ്ങോട്ട് ഉയരാൻ തുടങ്ങും. വലിയ മഠവും വലിയ രീതിയിലുള്ള കുറേ സന്യാസിമാരും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ അവിടെ ചെല്ലും. അങ്ങനെ വലിയൊരു ട്രസ്റ്റായിട്ട് വരെ ഇത് മാറും. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ദൈവങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ്സാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, താൻ പാതി ദൈവം പാതി. നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. നമുക്ക് ജോലി കിട്ടാനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ എഫോർട്ട് എടുത്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ കുറുക്ക് വഴി തേടി പോയി കഴിഞ്ഞാൽ ഒട്ടും ശരിയാവത്തില്ല. ആ കുറുക്ക് വഴിയിലൂടെ ആയിരിക്കണം ചിലപ്പോൾ നമ്മുടെ അവസാനം. അത് മനസ്സിലാക്കുക. വെറുതെ കൊണ്ട് കാശ് ചെലവാക്കി വെറുതെ ഈ അന്ധവിശ്വാസങ്ങൾക്കൊക്കെ തലവെച്ച് കൊടുത്ത്, നമ്മുടെ നാട്ടിൽ ഒരുപാട് കേസുകൾ കാണാറുണ്ട്. അന്ധവിശ്വാസങ്ങൾക്ക് കൊണ്ട് തലവെച്ച് കൊടുത്ത് അവസാനം വലിയ രീതിയിലുള്ള ക്രിമിനൽസ് ആയിട്ട് അവർ മാറുന്ന കാര്യങ്ങൾ. അങ്ങനെയുള്ള ഒരു ഫ്യൂച്ചറാണ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, കൊണ്ടുപോയി തലവെച്ച് കൊടുത്തോ. നമുക്ക് വിശ്വാസം വേണം, നമുക്ക് പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കണം. വിശ്വാസവും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. പക്ഷേ ആ വിശ്വാസം അന്ധമായി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് സമൂഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു ലൈഫ് ഫോഴ്സ് ഉണ്ട്, ഒരു എനർജി ഉണ്ട്. ആ ലൈഫ് ഫോഴ്സ് എനർജി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നത്. പക്ഷെ നമ്മളുടെ മരണം എന്ന് പറയുന്നത് ആ ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതാണ്. അതിനെ ആത്മാവെന്ന് അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പല മതങ്ങളിൽ, പല വിശ്വാസങ്ങളിൽ, പല രാജ്യത്ത് പല പേരുകളിലാണ് ഈ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ അറിയപ്പെടുന്നത്. അപ്പം ഈ ആത്മാവ് പോകുന്നത് ആർക്കും കാണാൻ സാധിക്കത്തില്ല. ഇവിടെ തന്നെ ആ ഗോപൻ സ്വാമിയുടെ മകൻ പറയുന്നുണ്ട്, അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് ചൈതന്യം പൊങ്ങി പോകുന്നത് കണ്ടു. അത് ആർക്കും കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല. അങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരൊക്കെ അപ്പോൾ ദൈവങ്ങളായിരിക്കണമല്ലോ. ദൈവത്തിന് എങ്ങനെയാണ് ഷുഗറും പ്രഷറും വരുന്നത്? ദൈവത്തിന് എങ്ങനെയാണ് വിശപ്പും ദാഹവും ഉണ്ടാകുന്നത്? അപ്പൊ ഈ സംശയങ്ങളും ഈ കാര്യങ്ങളും ഈ ഉത്തരങ്ങളും ഒക്കെ തന്നെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ പലപ്പോഴും അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട് ഈ ചോദ്യങ്ങളൊക്കെ നമ്മളങ്ങ് മറക്കും. പിന്നെ നമുക്ക് ഈ ഉത്തരങ്ങളൊന്നും ആവശ്യമില്ല. ജസ്റ്റ് അയാളുടെ സമാധിയുടെ മുകളിലേക്ക് വിളക്ക് കത്തിച്ച് വെച്ചെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മാല ഇട്ടെന്ന് പറഞ്ഞിട്ടോ പൂജാദ്രവ്യങ്ങൾ കത്തിച്ചെന്ന് പറഞ്ഞിട്ടോ അയാൾക്ക് ശക്തി ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യർക്കും ശക്തി ഉണ്ടാകണമല്ലോ, എല്ലാ ജീവജാലങ്ങൾക്കും ശക്തി ഉണ്ടാകണമല്ലോ, ഈ നമ്മുടെ ഭൂമിയിൽ കാണുന്ന എല്ലാ കാര്യങ്ങൾക്കും ശക്തി ഉണ്ടാകണമല്ലോ. അങ്ങനെ പ്രാർത്ഥിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മളൊരു കല്ലെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും മതി. എന്തിനാണ് ഈ ഗോപൻ സ്വാമിയുടെ സമാധിയിലേക്ക് പോകേണ്ടത്? അപ്പോൾ മനസ്സിലാക്കുക, ചിന്തിക്കുക, ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടാതെ ഇരിക്കുക. ഇനി ഇതുപോലെയുള്ള നിരവധി സ്വാമികളും നിരവധി സമാധികളും നമ്മുടെ നാട്ടിൽ ഉയരും. പക്ഷേ അത് അവിടെ കിടന്ന് ഉയർന്നോട്ടെ, നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി.